പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ഡൽഹിയിൽ ആരംഭിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പാർലമെന്റിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് മാർച്ചിൽ പങ്കെടുക്കാൻ. സജു തോമസ് ഡൽഹിയിൽ തുടങ്ങുന്നുണ്ട്. സജു, മാർച്ച് തുടങ്ങുകയായോ? നിഷാദ്, മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. എന്തായാലും ഇപ്പോൾ പാർലമെന്റിന് പുറത്തേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ എംപിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചിനാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ രൂപം നൽകുന്നത്. അതിനായിട്ട് ഇപ്പോൾ രാജ്യസഭയിലും കൂടി എംപിമാർ വന്നതിന് ശേഷമായിരിക്കും സംയുക്തമായിട്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കൂടുതൽ CRPF-ന്റെയും മറ്റ് അർദ്ധ സൈനിക വിഭാഗത്തെയൊക്കെയും RRF-നെയൊക്കെയും ഇങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിനെയൊക്കെയും ഭേദിച്ചുകൊണ്ട് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. അതിനെയൊക്കെയും ഭേദിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നോക്കുന്നതും. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കൃത്യമായ മറുപടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം. അതിന് മുന്നോടിയായിട്ടാണ് വലിയൊരു പ്രതിഷേധം തന്നെ ഇന്നിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധമായിരുന്നു. അതായത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് പിൻവലിക്കുക, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നടപടി പിൻവലിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വോട്ടർ പട്ടിക വിഷയത്തിലുള്ള പ്രതിഷേധവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയാണ് പ്രതിപക്ഷ പാർട്ടി എംപിമാർ.